ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് ഞണ്ട് ഇഷ്ടമാണോ? അപ്പോൾ നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഈ മുതലിനെ ഇത് ഇങ്ങനെ ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് ടേസ്റ്റ് ഭയങ്കര ആണെങ്കിലും ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഇച്ചിരി പാടാണല്ലേ, നല്ല മെനക്കേടാണ്. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല കേട്ടോ ചെയ്യുന്നത്. സാധാരണ ഞാൻ കുറേ ഇതിൽ കണ്ടിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കാലയ്ക്ക് അതേപടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അതേപടി ഇടുന്നതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല ഇത് റോസ്റ്റ് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. എന്തായാലും ഞണ്ട് നമ്മൾ 1-2 തവണ ഇങ്ങനെ കഴുകി എടുക്കുകയാണേ. നമ്മൾ ഞണ്ട് ഒരുപാട് തവണ റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ വീട്ടിൽ നിന്ന് ആണ് കൂടുതലും കൊണ്ടുവരാറ്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അങ്ങനെ കഴുകി അങ്ങനെ ഫൈനൽ കഴുക്കായി കേട്ടോ. അങ്ങനെ കഴുകി കുഞ്ഞില്ലാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഞണ്ടിനെ ഒരു പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാമേ. അങ്ങനെ എല്ലാം ഇട്ട് വന്നപ്പം കുക്കർ നിറയാനും മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അടിയിൽ പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഏകദേശം ഒരു 3 വിസിലോളം അടിച്ചിട്ടുണ്ടായിരുന്നു. വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ മാറി കേട്ടോ. ഒരു ഓറഞ്ച് കളറായി കേട്ടോ. ഇനിയുള്ള പ്രോസസ്സാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് തോടോട് കൂടി തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ഇടുന്നതാണ്. ഞങ്ങളിങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം എൻ്റെ കാലൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ പുറന്തോടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഉള്ള ആ ഇറച്ചിയൊക്കെ ഇങ്ങനെ അതിലേക്ക് മാറ്റിയിട്ടിട്ട് ബാക്കി ഈ കാണുന്ന ഭാഗം ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിടും. അത് ഇത്തിരി സോഫ്റ്റായിട്ടുള്ള ഭാഗം, അത് നമുക്ക് അതിൽ നിന്ന് തന്നെ കഴിക്കാവുന്നതുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉള്ളത് എടുക്കുക. അത് ഇത്തിരി കട്ടിയുള്ളതായതുകൊണ്ട് അതിൽ നിന്നുള്ളിലുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ട് ഈ പോർഷൻ നമ്മൾ അങ്ങ് ഇടുവാണ്. അത് ഇച്ചിരി സോഫ്റ്റായിട്ടുള്ള പോർഷൻ, അത് നമുക്ക് അങ്ങനെ കഴിക്കുന്നതിന് അങ്ങനെ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇങ്ങനെ കംപ്ലീറ്റ് ഞണ്ടിനെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തത് കേട്ടോ. ഈ ഒടിച്ചിടുന്ന കാലില്ലേ, അതിന് നമ്മൾ ലാസ്റ്റ് കാലിൻ്റെ ഭാഗം ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് നമുക്കത് പൊട്ടിച്ച് വേണം എടുക്കാൻ കേട്ടോ. ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും വെച്ച് പൊട്ടിച്ച് അതിനുള്ളിലും കാണും. പിന്നെ തീരെ ചെറിയ കാലൊന്നും നമ്മൾ എടുത്തില്ല, അതൊക്കെ കളയുക ചെയ്തത് കേട്ടോ. പിന്നെ അല്ലാതെ ഇത്തിരി വലിയ കാലൊക്കെ പൊട്ടിച്ച് നമ്മൾ അതിൽ നിന്നുള്ളിലുള്ള ആ ഫ്ലഷെല്ലാം നമ്മളിങ്ങെടുത്തു. അമ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഞണ്ട് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ഈ ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കുന്നതിനെക്കാട്ടി ചുമ്മാ ആ റോസ്റ്റുമായിട്ട് ഇങ്ങനെ ആ ഒരു ഇറച്ചി ഇങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾക്ക് ഞണ്ട് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മസാല എല്ലാം ഇട്ട് കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തൊന്ന് ആവി കയറിയാൽ നമുക്ക് നമ്മുടെ സാധനം സെറ്റാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഞണ്ടിൻ്റെ മെയിൻ ബോഡി പാർട്ടൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി കാല് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി കാലിൻ്റെ ഭാഗത്ത് കട്ടിയുള്ളതുകൊണ്ട് അത് നമുക്ക് ഒടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇടിച്ച് വേണം കേട്ടോ അത് റെഡിയാക്കാനായിട്ട്. ഇടിച്ച് വേണം അതിൻ്റെ ആ ഇറച്ചി എടുക്കാൻ. കാലിൻ്റെ പോർഷൻ്റെ പണി പിന്നെ എനിക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് പൊട്ടിച്ച് എടുത്തു കേട്ടോ. കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വേസ്റ്റ് കണ്ടോ, കുറേ ഉണ്ടേ. ഇനി നമ്മൾ കുക്കിംഗ് പ്രോസസ്സിലേക്കാണ് കേട്ടോ. സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ നമ്മളിട്ടത്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ റെഡിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മളത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ, അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കേട്ടോ. എൻ്റെ ഇളക്കലങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് തോന്നി എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ വാങ്ങിച്ച് ഇളക്കി 2 തട്ട് തട്ടിയാൽ റോസ്റ്റ് അങ്ങോട്ട് ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞണ്ടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.